ഉണ്ടോ? ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ കുഞ്ഞിക്ക് പാല് കൊടുക്കുന്ന സമയമായതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റിയില്ല. അവർ വലതുവശം പിടിച്ച് കറക്റ്റായിട്ട് മനുഷ്യൻ പോലും വലതുവശം പിടിച്ച് പോയില്ല. നോക്കിയേ, അവർ വലതുവശം പിടിച്ച് പോകുന്നു. നല്ല അടിപൊളി സീനല്ലേ. അവരാ കാട്ടിലോട്ട് വെള്ളം കുടിക്കാൻ കയറി പോവുക. കണ്ടോ, അതിൻ്റെ അടിയിൽ ഒരു പുഴയാണ്. ഇതിൻ്റെ പുറകെല്ലാം പുഴയാണ്. അപ്പോൾ വെള്ളം കുടിക്കാൻ പോകുന്ന സീനാണ്. പക്ഷേ അവരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുഞ്ഞിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പത്തെ മനോഹരമായ ഒരു നഴ്സറിയാണിത്. നഴ്സറിക്ക് സമീപമാണ് ഞാനുള്ളത്. ഇതുണ്ടോ, തക്കാളി, മുളക്, കത്രിക്ക, പിന്നെ നമ്മുടെ പൂക്കൾ, ഇതെല്ലാം കൊടുക്കുന്ന ഒരു നഴ്സറിയാണ്. ഇവിടെയെല്ലാം തക്കാളി കൃഷിയും ഫുള്ള് കൃഷിപ്പാടമാണ്. അപ്പോഴത്തെ അടിപൊളി പൈപ്പ് ലൈനൊക്കെ പോകുന്നുണ്ടോ. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സാധനം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഇവിടെ കാണും, പെൻസ്റ്റോക്ക് പൈപ്പ് മാത്രം ഇതുപോലെ കാണും. ഇതുപോലെ ഇറിഗേഷന് വേണ്ടിയോ മറ്റാവശ്യത്തിനോ പോകുന്ന ഇതുപോലത്തെ പൈപ്പുകൾ കണ്ടിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുമല്ല, ഗവൺമെൻറ് നമുക്ക് ചെയ്തു തരേണ്ടതാണ്. ഇവിടെ ചെയ്തു കൊടുക്കേണ്ട നേരത്ത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്കവിടെ കാലാകാലങ്ങളായിട്ട് ഇതൊന്നും ചെയ്തു കൊടുക്കാതെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാൽ ഇനി ഒരു പുതിയ പാർട്ടി വന്നാൽ വല്ലതും നടക്കുമായിരിക്കും. അപ്പം നമ്മൾ മുതുകുപ്പേലെ വെറ്ററിനറി ഹോസ്പിറ്റലിൽ വന്ന് നമ്മുടെ കുഞ്ഞിക്ക് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു. 6 മാസമായി ഇഞ്ചക്ഷൻ എടുത്തിട്ട്. അപ്പോഴത്തെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഒരു ചെറിയ കരച്ചിൽ കഴിഞ്ഞിട്ട് പാലൊക്കെ കുടിച്ചിട്ട് കയറി കിടക്കുകയാണ് ആശാത്തി. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ആശ്രമമാണ്. ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആരുമില്ല. അപ്പോൾ ഈ ആശ്രമത്തിൽ ഇന്നലെ ഞാൻ ഇവിടെയാണ് കിടന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ 1-2 സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയി. ഇതാണ് ഇവിടുത്തെ സ്വാമി. ഇവിടെ എല്ലാ ദിവസവും 100 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിയിൽ അവരെന്നെ വിളിച്ചു നിർത്തി. ഇന്നലെ വിളിച്ചു നിർത്തിയ ടീമുകളൊക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. എൻ്റെ അവിടെയുണ്ട്. ഇന്നലെ എന്നെ വിളിച്ചു നിർത്തിയ ആൾ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോയതാണ്. കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും പിന്നെ അവർ വിളിച്ചു നിർത്തി. ഞാൻ ഗണ്ടിക്കോട്ടയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോഴത്തെ ഈ ആശ്രമത്തിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. എന്നിട്ട് രാവിലെയാണ് ഞാൻ കൃഷിസ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയി ചുറ്റിക്കറങ്ങിയിട്ട് വന്നതാണ്. അപ്പോഴത്തെ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ചെറിയ ക്ഷേത്രം. ഇവിടെ 100 പേർക്ക് ഭക്ഷണം എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴി വരുന്ന ആൾക്കാർ മുഴുവൻ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്കിവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊരു സൗകര്യമൊക്കെ ഇവർ തന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ ചാർജ് ചെയ്ത് ഇവിടെയാണ്. പക്ഷേ നമ്മുടെ പഴയ മൊബൈൽ പണി മുടക്കുന്ന ലക്ഷണമാണ്. അവൻ പതിയെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓരോ കണക്കുകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നതാണ്. ഇതാണ് ആശ്രമം. ഇപ്പോൾ രാവിലെ പൂജ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയതാണ്. കാരണം കൃഷിക്കാർ പാടത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പോയി കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം, ഗണപതി ക്ഷേത്രമാണ്. ഇവിടെ ഒരു ആചാര്യനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ആളുകളിൽ നിന്ന്, ഈ ഗ്രാമങ്ങളിലുള്ള ആളുകൾ ചെറിയ സംഭാവനകൾ കൊടുത്താണ് ഇവിടെ ഭക്ഷണം നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവരും ചെറിയ സംഭാവനയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് പിന്നെ ലോറിയിൽ വരുന്ന ആളുകൾ, ഇതിലെയാണ് ലോറി കൂടുതലും ഓടുന്നത്. അവർക്കൊക്കെ ഒരു ഉപകാരമുള്ള കാര്യമാണ്. ഇതുപോലെ ആശ്രമങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഇവരാണ് ഇവിടുത്തെ ആൾക്കാർ കേട്ടോ. അണ്ണനാണ് ഇവിടുത്തെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. ഇവരെല്ലാം ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ അടുത്ത ഗ്രാമത്തിലെ ആൾക്കാരാണ്. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. അപ്പോൾ ഘാട്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത്.
അങ്ങകലെ നിറയെ കൃഷിസ്ഥലങ്ങളാണ്. വാഴക്കൃഷിയും തക്കാളി കൃഷിയും ഒക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അവിടെ പണിയെടുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങകലെ പണിയെടുക്കുന്ന ആളുകളെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിൾ മറിയാൻ സാധ്യതയുണ്ട്. സൈക്കിൾ ഇരിക്കുന്നു. കുഞ്ഞ് ഇവിടെയുണ്ട്. കുഞ്ഞ് നല്ല ഉറക്കമാണ്. കാറ്റടിക്കുന്നതുകൊണ്ട് കുഞ്ഞിക്ക് നല്ല സുഖമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പകുതി ബിസ്ക്കറ്റൊക്കെ തള്ളി മാറ്റി വെച്ചിരിക്കുക. അതായത് ഇതുണ്ടോ ഇവിടെ പരിപാടി ചെയ്ത് ബിസ്ക്കറ്റ് തള്ളി മാറ്റി വെക്കുക. അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ബിസ്ക്കറ്റ് തള്ളി മാറ്റി വെക്കും. ഇതൊരു ചെറിയ കാട്ടാണ്. അത് കാടുണ്ട്. ചെറിയ കാട് പ്രദേശത്തൂടെയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഇവിടുത്തെ 3ാമത്തെ കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ 4ാമത്തെ കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കാട് മാത്രമല്ല ഘാട്ടുമാണ്, അതായത് ചുരമാണ്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങകലെ വലിയ കൃഷിസ്ഥലങ്ങളാണ്. ആ മലയുടെ ചെരുവിലെല്ലാം കൃഷിസ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ബാംഗ്ലൂർക്കുള്ള റോഡും ഇതുതന്നെയാണ്. വലിയ മലനിരകളൊക്കെ കാണാം. ഈ മലനിരകൾ ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെ ഇരിക്കുമോ അതാണ് നമ്മുടെ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം. ഗണ്ടിക്കോട്ട പിന്നെ ഗ്രാൻഡ് കനൈൻ. അത് കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് യാത്ര ഇങ്ങനെ മുമ്പോട്ട് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, നല്ല കാറ്റാണ്. അതുകൊണ്ട് ഒരു 50 കിലോമീറ്ററിൽ കൂടുതലൊന്നും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നല്ല വിശ്രമം, നല്ല സ്ട്രെയിൻ എടുത്തുള്ള പരിപാടി ആയതുകൊണ്ട് നല്ല വിശ്രമം എടുത്താണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് കാറ്റുണ്ട്. അപ്പോൾ കാലും അടുക്കുമ്പോഴേ നമ്മൾ നിർത്തിയിട്ട് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്താണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. കുഞ്ഞി സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുഞ്ഞിനെ അന്വേഷിക്കുന്നവരോട് പ്രത്യേകം പറയുന്നു, കുഞ്ഞ് സുഖമായിട്ടിരിക്കുകയാണ്. അവൾക്ക് കളിക്കാൻ ഇഷ്ടം പോലെ കൂട്ടുകാരെയൊക്കെ ഇടയ്ക്കൊക്കെ വഴി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒച്ച വെച്ചും ബഹളം വെച്ചുമൊക്കെ അവളിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ ഘാട്ട് ഇങ്ങനെ കയറി ഒരു 5.5 കിലോമീറ്ററോടെ കയറാനുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കം കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ പുളിയന്തല എന്നുള്ള സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ വാഴക്കൃഷിയാണ്. ഇത് കണ്ടോ, വാഴക്കൊലയായിട്ടല്ല കൊണ്ടുപോകുന്നത്. ഇത് മുഴുവൻ ഇതാണ് റോബസ്റ്റ, അതുപോലുള്ള ഏത്തവാഴയുണ്ട്, റോബസ്റ്റയുണ്ട്. പക്ഷേ പടല വിരിച്ച് വെട്ടിയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഇതുണ്ടോ, വളമായിട്ട് പോകുന്ന ആളുകളാണ്. വളമാണ് കേട്ടോ, കൃഷിക്ക് ഉപയോഗിക്കാനുള്ള വളമായിട്ട് പോകുന്നതാണ്. ഇവിടെ അങ്ങനെ പോലീസ് പിടുത്തമോ ഒന്നുമില്ല. പോലീസുകാർ വഴിയിൽ കാണുന്നു പോലുമില്ല. അവർ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ പോലീസുകാരെ കാണുന്നു പോലുമില്ല. കാരണം കൃഷിക്കാർക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കൃഷിക്കാർ കൊണ്ടുപോകുന്ന ഒരു സാധനത്തിനും ആരും ഒന്നും പറയാറില്ല. അല്ലാത്ത ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ചെക്ക് പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇതുപോലെ വളം കയറ്റി പോകുന്നതിനോ തള്ളി കയറ്റി പോകുന്നതിനോ ഒന്നും പറയാറില്ല. മണ്ണ് ലോറികൾ പായുന്നുണ്ട്, അതും ഓവർലോഡ് കയറ്റിയാണ്, ഒരു പ്രശ്നവുമില്ല. അതുപോലുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി കർഷകർക്ക്. അപ്പം കൃഷി നല്ല രീതിയിലാവും. അപ്പം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടാത്ത അവസ്ഥ വരും. പക്ഷേ അത് വന്നാൽ ചില കമ്മീഷൻ അടിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി വരും. ഇത് കണ്ടോ, തോട്ടങ്ങളിലൊക്കെ പണിയെടുത്തിട്ട് പോകുന്ന ആളുകളാണ്. പോകുന്ന പോക്ക് കണ്ടോ, ആടിനെ അട്ടിയിട്ടിരിക്കുന്ന പോലെ, ആട്ടിൻകുട്ടികളെ അട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് പോകുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. മുകളിലുള്ള ഏതോ വലിയ തോട്ടത്തിൽ പണിയും കഴിഞ്ഞ് പോകുന്നവരാണ്. രാവിലെ 6 മണിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഒരു തോട്ടത്തിൽ പണി കഴിഞ്ഞാൽ അടുത്ത തോട്ടത്തിലോട്ട് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ആടിനെ കൊണ്ടുപോകുന്ന പോലെയാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നത്. അടിക്ക് കയറ്റിക്കൊണ്ട് പോകും. കാരണം 10-30 പേര് ആണ് ഒരു ലോറിയിൽ കയറിപ്പോകുന്നത്. അതുകൊണ്ട് അടുത്ത സെറ്റും വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ, പ്രധാന കാഴ്ചയാണ്. പാടത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ പണിസ്ഥലത്തേക്ക് പോകുന്ന ആളുകൾ, അല്ലെ പണി കഴിഞ്ഞിട്ട് ആ ലോറിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് പോകുന്നവർ. ഇത് കണ്ട്, ഇത് പണി സ്ഥലത്തോട്ട് പോയിട്ട് വരുന്നവരാ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടിപൊളി ഘാട്ട്. തിരുവനന്തപുരം ഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഘാട്ടിറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നിറയെ വാഴത്തോപ്പുകളാണ്. അതുകൊണ്ടോ, വാഴത്തോപ്പും തക്കാളിപ്പാടവും കടലയും എല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് കാണുന്നത്. അതേസമയം തന്നെ അത് ഇതുണ്ടോ, കുരങ്ങന്മാർക്ക് തീറ്റ കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ. എല്ലാ ചുരത്തിലും ഉള്ളൊരു പരിപാടിയാണ്. അവർ തിന്നിട്ട് അവിടെ വേസ്റ്റ് മുഴുവൻ ഇട്ട് അടിപൊളിയാക്കിയിടും. ഇതുണ്ടോ, കുട്ടിക്കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഈ ഘാട്ടിൻ്റെ കാഴ്ചകൾ കണ്ടത് അങ്ങ് അകലെ ഒരു വണ്ടി ഇറങ്ങിപ്പോകുന്ന കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രദേശം മുഴുവൻ ഇറങ്ങി ചെല്ലേണ്ടതാണ്. ചേട്ടാ, അങ്ങ് അറ്റത്ത് ചെന്നാലേ ഉള്ളൂ ഇറങ്ങിപ്പോകാൻ പറ്റത്തുള്ളൂ. അങ്ങ് അകലെ എല്ലാം ഈ വാഴത്തോപ്പുകൾ മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുക.
അപ്പോൾ നമുക്ക് പതിയെ താഴോട്ട് പോവാം. അപ്പോഴത്തേ നമ്മൾ ഘാട്ട് ഇറങ്ങാൻ പോവാണ്. കുറച്ചിറങ്ങി കുറച്ചുകൂടെ ഇറങ്ങാനുണ്ട്. ഒരു 4 കിലോമീറ്ററോടെ തന്നെ ഇറങ്ങാനുണ്ട്. പതിയെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വന്ന ഘാട്ടിൻ്റെ ആ ഒരു ലെങ്ത് തന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങാനുണ്ട്. അപ്പോഴത്തെ ആളുകൾ പാടത്തുനിന്ന് കയറി പോകുന്ന അവസ്ഥയാണ്. രാവിലെ 6 മണിക്ക് പോകുന്നതാണ്. 5 മണിക്ക് 5:30 ആകുമ്പോഴത്തേനും ഇറങ്ങുന്നവരാണ്. അപ്പോൾ ഒരു വാഴത്തോട്ടത്തിൽ പണി കഴിഞ്ഞിട്ട് അടുത്ത തോട്ടം അങ്ങേ സൈഡിൽ വേറെ തോട്ടങ്ങൾ കാണും, അങ്ങോട്ട് പണിയാൻ വേണ്ടി പോകുന്നവരാണ്. ഇവിടെ ഒരുപാട് പേർക്ക് പാട്ടത്തിന് ഭൂമി കിട്ടും കേട്ടോ. ഇവിടുത്തെ നാട്ടുകാർ അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. 6-7 പേര്, 4-5 പേര് അല്ലെങ്കിൽ 6-7 പേര് ചേർന്നിട്ട് സ്ഥലങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും, ഇത് മുഴുവൻ ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടുത്തെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ പാട്ടത്തിന് സ്ഥലം എടുക്കുക, ചെറിയ പാട്ടമാണ്. എന്നിട്ട് കൃഷി ചെയ്യുന്ന ഒരു രീതിയും ഇവിടെയുണ്ട്. അതുകൂടാതെ വലിയ ആളുകളിൽ നിന്നും പാട്ടത്തിന് കൃഷി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരെ ഒന്നും കാണുന്നില്ല. ചെറുപ്പക്കാരെല്ലാം പാടത്തും ഈ പണിയില്ലാതെ നമ്മുടെ അവിടെ കൂലിപ്പണിക്ക് നടക്കുന്ന ടീമുകളുണ്ടല്ലോ, അങ്ങനത്തെ ടീമുകളാണ് ഇത് മുഴുവൻ. അവർ 5-6 പേര് ചേർന്ന് പാട്ടത്തിന് ഇതെടുക്കും. ഗവൺമെൻറ് അതിനുള്ള സബ്സിഡിയും കാര്യങ്ങളും എല്ലാം ആദ്യമേ കൊടുക്കും. അപ്പോൾ ആ സാധനങ്ങൾ അവർ വിറ്റ് കഴിയുമ്പം സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞിട്ട് അവർ ആ വർഷം തന്നെ പൈസ അടച്ച് തീർക്കും. ബാക്കി അവർക്ക് ലാഭം. അപ്പോൾ മുതൽ മുടക്കുന്നതെല്ലാം ഗവൺമെൻറ്റാണ്, ബാക്കിയെല്ലാം അവരുടേതാണ്. കുഴൽക്കിണറെല്ലാം കുത്തിക്കൊടുക്കും, കറണ്ടെല്ലാം വരും. അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് ഗവൺമെൻറ്റിനാണ്. ഇത് വിദേശത്തോട്ടാണ് കയറിപ്പോകുന്നത് കൂടുതലും. ഇവിടുന്ന് തക്കാളി ആണേലും ഇവിടെ ഉണ്ടാക്കുന്ന കൂടുതലും സാധനങ്ങൾ വിദേശ മാർക്കറ്റിലോട്ടാണ് കയറിപ്പോകുന്നത്. ആന്ധ്രയിലെ കൃഷിഭൂമിയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ 80% വിദേശത്തേക്കാണ് കയറിപ്പോകുന്നത്. അതുകൊണ്ട് രാജ്യത്തിനാണേലും സംസ്ഥാനത്തിനാണേലും നല്ല രീതിയിലുള്ള പ്രയോജനമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, വിദേശത്തു നിന്നല്ല ഇങ്ങോട്ട് വരുത്തുന്ന പരിപാടിയല്ല. ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിട്ട് കാശുണ്ടാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണവും. ഇവരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വിദേശത്തേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഇറങ്ങിപ്പോകുന്ന അമരാവതി ഭാഗത്താണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ പോകുന്ന വഴി, ആ വഴി ഞാൻ പിടിച്ചിട്ടില്ല. സാറിന് എല്ലാവരും കാശ്മീരിൽ പോകുന്ന ആ വഴിക്കാണ്. അപ്പോൾ ആ ഹൈവേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കിയ കമ്പനിയുടെ വലിയ ഒരു കമ്പനി അവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ കാറിൻ്റെ കമ്പനി. അതൊക്കെയാണ് നമ്മുടെ കേരളവും ഇവരും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിലൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ പോയ ഹോസ്പിറ്റലിൻ്റെ ഒരു ബ്രാഞ്ച് മൂന്നാറിൽ വരേണ്ടതായിരുന്നു. കേട്ടറിവാണ്. അതുകൊണ്ട് അത് പൂട്ടിച്ചതും ആ മുഖ്യമന്ത്രിയുടെ പാർട്ടി തന്നെയായിരുന്നു. അത് വേണ്ട എന്ന് വെക്കേണ്ടി വന്നത് അവരുടെ പ്രയത്നഫലമായിട്ടാണ്. അവസാനം പുള്ളിക്കാരൻ ഇപ്പോൾ അമേരിക്കയിൽ പോയി ചികിത്സിക്കുകയാണ്. ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടെ തന്നെയാണ് ചികിത്സിക്കുന്നത്. ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടെ ജനങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ഒരു കുഴപ്പമില്ല. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ആവശ്യത്തിന് പുള്ളി ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുകയും ചെയ്യും. ഇവിടുത്തെ മുഖ്യമന്ത്രിമാരല്ല. കാരണം അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. അതാണ് വലിയ കാര്യം. അപ്പോൾ ആ വലിയ കാര്യങ്ങളുടെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ പതിയെ പുളിവന്തലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, മോളിൽ നിന്ന് കണ്ട വാഴത്തോപ്പൊക്കെ അടി ഓടി കൊല വെട്ടാറായതാണ് നിൽക്കുന്നത്. സൂപ്പർ. ഈ ഘാട്ടിൻ്റെ കുറേ സെക്ഷൻ ഇറങ്ങിപ്പോകാനുണ്ട് കേട്ടോ. ഒരു ചുരം, ഒരു ഹെയർ പിൻ ടു അടുത്ത ഹെയർ പിൻ 1 കിലോമീറ്റർ ദൂരമാണ്. അതുകൊണ്ട് വണ്ടികൾക്ക് കയറിപ്പോകാനുള്ള സുഖമുണ്ട്. നല്ല സുഖമായിട്ട് പോകാൻ പറ്റും. ഇവിടെ പിന്നെ പൾസറയിലും കൂടിയ വണ്ടികളിലൊക്കെ ഉള്ളൂ കാരണവന്മാർ യാത്ര ചെയ്തിട്ടുള്ളൂ. എല്ലാവരും എടുക്കുന്ന വലിയ വണ്ടികളാണ്. അപ്പോൾ ശരി, കഥയൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ യാത്രയിലെ ആദ്യത്തെ മുളക് പാടമാണ് കേട്ടോ. വാഴത്തോപ്പിന് നടുവിൽ മുളക് പാടം. നമ്മൾ മുകളിൽ നിന്ന് കണ്ടപ്പോഴത്തേനും ആ ചെറിയ ഇളം പച്ച കളറിലുള്ള
ആ കൃഷിഭൂമിയായിട്ട് കണ്ടത് ഈ മുളക് പാടമായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തുമുണ്ട് മുളക് പാടം. വളരെ ഇതെല്ലാം മുളക് തീർന്നതാണ് കേട്ടോ, മുളക് തീർന്നുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയ പൂക്കളാണ് ഇപ്പോൾ വീഴുന്നത്. വലിയൊരു മുളക് പാടം, ഏകദേശം ഒരു 100 മീറ്റർ നീളത്തിൽ ഒരൊറ്റ പാടമാണ്. അതുപോലെ തന്നെ വാഴത്തോപ്പുകളാണിത് മുഴുവൻ, വാഴത്തോട്ടങ്ങൾ. ഇത് കണ്ടോ, ഇത് റോബസ്റ്റയാണ്. അങ്ങ് അകലെ കാണുന്നതെല്ലാം ഇതാണ് നമ്മുടെ റോബസ്റ്റയും ഇത് പൂവൻവാഴയൊക്കെയാണ് കാണുന്നത്. അതാണ് ഇവിടെ കൂടുതലും ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഏത്തവാഴ കുറവാണ്. പുതിയ വാഴ വെക്കുന്നതൊക്കെ ഏത്തവാഴകൾ ഞാൻ കണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഇതൊക്കെ റോബസ്റ്റയാണ്. അപ്പോൾ ഈ വലിയൊരു മുളക് പാടം നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. മുകളിലൊക്കെ ഭൂമികൾ ഒരുക്കിയിട്ടിരിക്കുന്നത് കാണാം. അവിടെയെല്ലാം കൃഷി ചെയ്യാനുള്ളതാണ്. ഇത് കാടാണ്, വനമേഖലയാണ്. മൃഗങ്ങളുള്ള വനമല്ല, കാടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ. ആ കുന്നും പ്രദേശമൊക്കെ നിരത്തി അവർ കല്ലെല്ലാം മാറ്റി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അങ്ങ് അകലെ വരെ കേട്ടോ, ഇതൊരു 3-4 കിലോമീറ്റർ അകലെയോട്ടുള്ള കാഴ്ചയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആ മലയുടെ അടിവാരം വരെ ഉണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ തോട്ടങ്ങളുടെ ഇടയിലെത്തി കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുകയാണ്. നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്ന വാഴപ്പഴവും മുളകും ഒക്കെയാണ് ഈ കാഴ്ച കിടക്കുന്നത്. ഇതുണ്ടോ, മുളകും തോട്ടം കണ്ടോ? കിലോമീറ്റർ കണക്കിന് മുളകും തോട്ടം കണ്ടിട്ടാണ് വന്നത്. സൈക്കിൾ വെക്കാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അങ്ങകലെ എല്ലാം കാണുന്നത് മുളക് തോട്ടമാണ്. മുളക് തോട്ടം നടുവിലും ചുറ്റിനും വാഴക്കൃഷിയുമാണ്. പുതിയ വാഴകൾ, കൊലച്ച വാഴകൾ, കൊലയ്ക്കാറായ വാഴകൾ, വെട്ടാറായ വാഴകൾ എല്ലാം നിൽക്കുന്ന ഒരു വാഴയുടെ ഒരു മഹാസാമ്രാജ്യത്താണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, മുളക് പാടങ്ങൾ കണ്ടോ? ആ മുകളിലെല്ലാം മുളക് പാടമാണ്. ഈ വാഴയ്ക്കിടയിലെല്ലാം മുളക് പാടങ്ങളാണ്. ഏറ്റവും കൂടുതൽ മുളക് കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയ. അപ്പോൾ ഈ കാഴ്ചകൾ കാണാനാണ് നമ്മൾ സൈക്കിളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിക്ക് സന്തോഷമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട. അവളും ഇരിക്കുകയാണ്. ഇത് കണ്ടോ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ഇത് അവള് ഞാൻ നോക്കുന്ന പോലെ തന്നെ അവളെല്ലാം കാണുന്നുണ്ട്. അതിനാണ് അവൾക്കും ഇഷ്ടം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മനസ്സ് തണുത്ത് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുളക് പാടത്തിൻ്റെ അകത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല, കാരണം അവർ കമ്പിവേലി ഇട്ടിരിക്കുന്നത് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. കേട്ടോ, മുളകെല്ലാം പറിച്ചതാണ് കേട്ടോ. പിന്നെ ആ ഉണങ്ങിക്കിടക്കുന്ന മുളകെല്ലാം അവർ ഉണങ്ങാൻ വേണ്ടി കൊണ്ടുപോകും. അതാണ് നമുക്ക് വറ്റൽ മുളകായിട്ട് വരുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. സൂപ്പർ, ഒന്നും പറയാനില്ല. മറ്റേ ബിജുമോൻ ഇരുന്നിട്ട് പറയുകയല്ലേ, ഒന്നും പറയാനില്ലെന്ന്. അതുതന്നെയാണ്, കൃഷിയെ കാണുമ്പോൾ നമുക്ക് മനസ്സ് നിറയുകയാണ്. ഇതൊക്കെ വന്നിട്ടാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ഓർമ്മ വരികയാണ്. നമ്മൾ ഇതുപോലൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ടി വരും. അതിന് ഇതുപോലെ നല്ല ഗവൺമെൻറ്റും നല്ല സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം. സബ്സിഡിയും കാര്യങ്ങളും എല്ലാം. ഒരു ചെറുപ്പക്കാർ 2-3 പേര് കൂടി ഒരു ലോൺ എടുക്കാൻ ചെന്നാൽ ലോൺ പോലും കുടിക്കുക തരാത്ത കാലമാണ് നമുക്ക്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇറങ്ങിത്തിരിച്ചാൽ കൃഷിക്കാന്ന് പറഞ്ഞാൽ എന്ത് വേണേലും ചെയ്തു കൊടുക്കും. നമുക്കവിടെ കൃഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെ പ്രയോജനം നൽകും. ആദ്യമേ തന്നെ കണ്ടോ, ഈ മലയുടെ അടിവാരം മുഴുവൻ, ഈ മലനിരയാണ്, ഈ അടിവാരം മുഴുവൻ കൃഷിയാണ്. കണ്ടിട്ട് പോകാൻ പറ്റും തോന്നുന്നു. ഇതിന് മുമ്പിൽ വണ്ടി നിർത്താനുള്ള സൗകര്യം ഇല്ലാതായിപ്പോയി, വളവുകളായതുകൊണ്ട്. അപ്പോൾ അടുത്ത ഘാട്ട് നമ്മൾ മൊത്തമായിട്ട് കയറി. ഇതൊരു 1.5 കിലോമീറ്റർ ഉള്ളായിരുന്നു ഈ ഘാട്ട്. അത് കയറിക്കഴിഞ്ഞു. മലയുടെ ഏറ്റവും മുകളിലാണ്. ഇതിൻ്റെ അടിവാരത്തൊരു നല്ലൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ വന്നത്. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ മലയുടെ മുകളിലെത്തിയപ്പോൾ അവിടെയാണ് നമ്മുടെ പുളിവന്തല എന്ന സ്ഥലം. കിലോമീറ്ററുകൾ അകലെ പുളിവന്തല നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ കൂടിയാണ് പുളിവന്തലയ്ക്കുള്ളത്. അപ്പോൾ പുളിവന്തല ഈ ഘാട്ട് ഇറങ്ങുന്നിടം തൊട്ട് നമുക്ക് വാഴക്കൃഷി തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിറയെ വാഴത്തോപ്പുകളാണ്. അങ്ങ് പുളിവന്തല വരെ വാഴത്തോപ്പുകൾ തന്നെയാണ്. 10-15 കിലോമീറ്റർ അങ്ങറ്റത്തെ മലനിരകളുടെ അടിവാരം വരെ കൃഷിസ്ഥലങ്ങൾ മാത്രം. ഈ കാഴ്ചകൾ കണ്ട് ഈ മലയടിവാരത്തിലൂടെ ഇവിടുത്തെ പാറയുടെ പ്രത്യേകത ഉണ്ടോ?
നമ്മൾ കർണാടക ആന്ധ്രയിലോട്ട് കയറിയപ്പോൾ തൊട്ട് കാണുന്ന പാറയുടെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. ചെറിയ അടുക്കടുക്കായിട്ടുള്ള പാറകൾ, അടിപൊളി എന്നല്ലാതെ എന്താ പറയുക.